നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് 8051 മൈക്രോ കൺട്രോളറിന്റെ ഇന്ററപ്റ്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഇന്ററപ്റ്റ് എന്ന് നോക്കാം. Interrupts are the events that temporarily suspend the main program, pass the control to the external sources, and execute their task. It then passes the control to the main program where it had left off. Interrupt എന്ന് പറയുന്നത് മെയിൻ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ടെമ്പററിലി കുറച്ച് സമയത്തേക്ക് വന്നു പോകുന്ന ഒരു ചെറിയ പ്രോഗ്രാമാണ്, ചെറിയൊരു ഇവന്റ് ആണ്. ആ ഒരു ചെറിയ പ്രോഗ്രാം വേറൊരു എക്സ്റ്റേണൽ ഡിവൈസ് ആക്സസ് ചോദിക്കുകയാണ് നമ്മുടെ സിസ്റ്റത്തിന്. ആ സമയത്ത് നമ്മുടെ സിസ്റ്റം മറ്റൊരു പ്രോഗ്രാം മെയിൻ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയോ ആ സമയത്ത് മറ്റൊരു ചെറിയൊരു ഇന്ററപ്റ്റ് വരികയാണെങ്കിൽ നമ്മുടെ കൺട്രോള് മെയിൻ പ്രോഗ്രാം എവിടെയാണോ ചെയ്തു നിർത്തിയത് അതിന്റെ അടുത്ത ഇൻസ്ട്രക്ഷൻ, ഇനി എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ തൊട്ടിട്ട് നമ്മൾ ആ അഡ്രസ് ലൊക്കേഷൻ നമ്മൾ സ്റ്റാക്കിലേക്ക് മൂവ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മുടെ വന്ന ഇന്ററപ്റ്റിനെ എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇന്ററപ്റ്റിൽ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ററപ്റ്റ് അവസാനിച്ചു പോകും. അപ്പോൾ ആ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ഏതാണോ ഇനി നമുക്ക് മെയിൻ പ്രോഗ്രാമിന്റെ നിർത്തി വെച്ചിരുന്നത്, ഏത് അഡ്രസ് ലൊക്കേഷൻ വെച്ചിട്ടാണോ ഇനി നമുക്ക് മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, തിരിച്ച് അതേ അഡ്രസ്സ് നമ്മൾ പിന്നെയും പോയി സ്റ്റാക്കിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും. ആ മെയിൻ പ്രോഗ്രാമിന്റെ അഡ്രസ്സ് എന്താണോ അവിടെ നിന്ന് തൊട്ടുള്ള ആ അഡ്രസ് ലൊക്കേഷനിൽ കിടക്കുന്ന ഇൻസ്ട്രക്ഷൻ തൊട്ടിട്ട് താഴോട്ട് പിന്നെയും മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? They are events that temporarily suspend the main program, pass the control to the external sources, and execute their task. എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ചെറിയൊരു പ്രോഗ്രാം, ഇന്ററപ്റ്റിന്റെ പ്രോഗ്രാമിന് നമുക്ക് അവസാനം റിട്ടേൺ എന്നുള്ള ഇൻസ്ട്രക്ഷൻ കാണാം. റിട്ടേൺ എന്നുള്ള ഇൻസ്ട്രക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൺട്രോളറിന് മനസ്സിലാവും ഇന്ററപ്റ്റിന്റെ പ്രോഗ്രാം കഴിഞ്ഞു, തിരിച്ച് മെയിൻ പ്രോഗ്രാമിലേക്ക് പോകാം. സോ ഇറ്റ് ദെൻ പാസസ് ദ കൺട്രോൾ ടു ദ മെയിൻ പ്രോഗ്രാം വേർ ഇറ്റ് ഹാഡ് ലെഫ്റ്റ് ഓഫ്. ഓക്കെ, പിന്നെ മെയിൻ പ്രോഗ്രാമിലേക്ക് അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അവിടേക്ക് തിരിച്ചു പോയി അവിടെ നിന്ന് താഴോട്ട് മെയിൻ പ്രോഗ്രാം സാധാരണ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. 5 ഇന്ററപ്റ്റ്സ് ആണ് 8051 ഉള്ളത്. INT0, INT1, ടൈമർ 0, ടൈമർ 1 ഇന്ററപ്റ്റ്, സീരിയൽ കമ്മ്യൂണിക്കേഷന്റെ ഇന്ററപ്റ്റ്, ദാറ്റ് ഇസ് RI/TI. ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2 രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്, ഇന്ററപ്റ്റ് ഇനേബിൾ രജിസ്റ്ററും ഇന്ററപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്ററും. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, 5 ഇന്ററപ്റ്റ് ആണ്. അതിൽ 2 എണ്ണം ഹാർഡ്വെയർ ഇന്ററപ്റ്റ് ആണ്, 3 എണ്ണം സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് ആണ്. ഈ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സിൽ പെടുന്നതാണ് ഇതൊക്കെ INT0 ആൻഡ് INT1. സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സിൽ പെടുന്നതാണ് ടൈമർ 0 ഓവർഫ്ലോ ഫ്ലാഗ്, ടൈമർ 1 ഓവർഫ്ലോ ഫ്ലാഗ്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇന്ററപ്റ്റ് 4, RI ആൻഡ് TI എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ബേസിക്സ് ഓഫ് ഇന്ററപ്റ്റ്സ് ഓഫ് 8051 എന്ന് പറയുന്നത് 8051 ഹാസ് 5 ഇന്ററപ്റ്റ്സ് ആൻഡ് ഓൾ ആർ വെക്ടേർഡ് ഇന്ററപ്റ്റ്സ്. ഇനി എന്താണ് വെക്ടേർഡ് ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത്? Vectored means that the CPU is aware of the address of the ISR, interrupt service routine, when the interrupt occurs. എന്ന് വെച്ചാൽ CPU-ന് ഓൾറെഡി വരുന്ന ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ്റെ അഡ്രസ്സ് ഡീഫോൾട്ട് ആയിട്ട് തന്നെ അറിയാം. അങ്ങനെയുള്ള ഇന്ററപ്റ്റ്സിനെ നമുക്ക് വെക്ടേർഡ് ഇന്ററപ്റ്റ്സ് എന്ന് പറയാം. ചില കേസിൽ നോൺ വെക്ടേർഡ് ഇന്ററപ്റ്റ്സ് എന്ന് പറയും. അതിന്റെ കേസിൽ നമുക്ക് CPU-ന് ഡസൻറ്റ് നോ ദ അഡ്രസ് ഓഫ് ദ ISR, ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ്റെ അഡ്രസ്സ് അറിയേണ്ടാവില്ല. സോ ഇൻ ദാറ്റ് കേസ് എന്ത് ചെയ്യേണ്ടി വരും? CPU നീഡ്സ് ടു ബി സപ്ലൈഡ് ബൈ ദ ISR അഡ്രസ്. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കണം CPU-ന് ISR അഡ്രസ് ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. പക്ഷെ ഫോർ വെക്ടേർഡ് അഡ്രസ്, ദ സിസ്റ്റം ഇന്റേർണലി മെയിൻറ്റെയിൻസ് എ ടേബിൾ കോൾഡ് IVT, ദാറ്റ് ഈസ് ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ, which contains information about interrupt sources and their corresponding ISR address. എന്ന് വെച്ചാൽ സിസ്റ്റത്തിന് ഓൾറെഡി ഒരു വെക്ടർ ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും ഇതുപോലെ. അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കിക്കോളൂ, ഇത് INT0 എന്ന് പറയുന്ന ഇന്ററപ്റ്റ് ആണ്. പിന്നെ പ്രയോറിറ്റി കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഇന്ററപ്റ്റ് പ്രയോറിറ്റി, ഇവിടെ ഫസ്റ്റ് ഇന്ററപ്റ്റ് പ്രയോറിറ്റി, ഇങ്ങനെ 5 ഇന്ററപ്റ്റ്സ് ഉള്ളതുകൊണ്ട് ഓരോന്നിനും പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് INT0. ഈ ഒരു ഇന്ററപ്റ്റിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി വരുന്നത്. അതിന്റെ വെക്ടർ അഡ്രസ്സ് ഓൾറെഡി CPU-ന് അറിയാം, കാരണം ഇത് വെക്ടേർഡ് അഡ്രസ് ആണ്. 8051 ഉള്ളിൽ തന്നെ ഈ ടേബിൾ സേവ് ചെയ്തിട്ടുണ്ട്. വെക്ടേർഡ് അഡ്രസ് ഇന്ററപ്റ്റ് 0 വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളർ ഓൾറെഡി നേരെ പോവുക ഏത് അഡ്രസ്സിലേക്കായിരിക്കും? 0003H എന്നുള്ള അഡ്രസ്സിലാവും. എന്നിട്ട് ഈ അഡ്രസ്സിലാവും ആ ഇന്ററപ്റ്റിനുള്ള പ്രോഗ്രാം എഴുതി കൊടുത്തിട്ടുണ്ടാവാം. ആ പ്രോഗ്രാം അവിടുത്തെ എക്സിക്യൂട്ട് ചെയ്യും. റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കാണുമ്പോൾ തിരിച്ച് മെയിൻ പ്രോഗ്രാമിലേക്ക് പോകും. അതുപോലെ ഓരോ ഇന്ററപ്റ്റ്സിനും ഇവിടെ വെക്ടർ അഡ്രസ് ഉണ്ട്. 8051 കേസിൽ വെക്ടേർഡ് ഇന്ററപ്റ്റ്സ് ആണ്. എന്ന് വെച്ചാൽ ഓരോ വരുന്ന ഇന്ററപ്റ്റിനും കറസ്പോണ്ടിങ് വെക്ടർ അഡ്രസ് കൺട്രോളറിന് മുൻപേ കൂട്ടി അറിയാം.
അപ്പോൾ ഈ ഓരോ ഇന്ററപ്റ്റ് വരുമ്പോഴും കറസ്പോണ്ടിങ് ആ വെക്ടർ അഡ്രസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി കൺട്രോളർ അസൈൻഡ് ആവും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു കൊണ്ട് എന്തായിരുന്നു, 8051 ഹാസ് 5 interrupts ആൻഡ് ഓൾ ആർ വെക്ടർ interrupts. ഇതിൽ 2 എണ്ണം ഹാർഡ്വെയർ interrupts ആണ്, INT0 ആൻഡ് INT1. പിന്നെയുള്ള 2 എണ്ണം ടൈമർ 0നും ടൈമർ 1ഉം ഓവർഫ്ലോ ചെയ്യുന്ന സമയത്തേക്കുള്ള 2 interrupts ആണ്. അടുത്ത സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇന്ററപ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഫോർ റിസപ്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. അതുപോലെ തന്നെ ഈ എല്ലാ ഇന്ററപ്റ്റ്സും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ഇന്ററപ്റ്റ് ഇനേബിൾ രജിസ്റ്റർ ആൻഡ് ഇന്ററപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്റർ. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഫംഗ്ഷൻ എന്ന് കാണിക്കാനുള്ള ഒരു ചെറിയ ഡയഗ്രാണിത്. നമ്മുടെ മെയിൻ പ്രോഗ്രാം റൺ ചെയ്യായിരുന്നു, ഇടയിൽ വെച്ച് ഇന്ററപ്റ്റ് വന്നു. റൺ ചെയ്യുന്ന സമയത്ത് ഇന്ററപ്റ്റ് വരുമ്പോൾ മെയിൻ പ്രോഗ്രാമിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ആ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സ് ഉണ്ടാവുന്ന ഒരു രജിസ്റ്ററാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ പ്രോഗ്രാം കൗണ്ടറിന് എപ്പോഴും ഉണ്ടാവുക ഇനി അടുത്തത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സ് ആയിരിക്കും. അപ്പൊ പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുന്ന എന്തായിരിക്കും, ഇനി അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട മെയിൻ പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സ് ആയിരിക്കും. ആ അഡ്രസ്സിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ സ്റ്റാക്കിലേക്ക് മാറ്റി വെക്കും. പുഷ് PC എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, പുഷ് PC ചെയ്തു, സ്റ്റാക്കിലോട്ട് മാറ്റി കഴിഞ്ഞിട്ട് ഇനി പ്രോഗ്രാമിന്റെ കൺട്രോൾ ആർക്ക് കൊടുത്തു, നമ്മുടെ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീന് കൊടുത്തു, എന്ന് വെച്ചാൽ ഇന്ററപ്റ്റിന്റെ പ്രോഗ്രാമിന് കൊടുത്തു. ഇനി ഇവിടെ തൊട്ടിട്ട് ഇന്ററപ്റ്റിന്റെ പ്രോഗ്രാം വർക്ക് ചെയ്യും. ഇന്ററപ്റ്റിന്റെ പ്രോഗ്രാം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് റിട്ടേൺ ചെയ്യാം എവിടേക്ക്, മെയിൻ പ്രോഗ്രാമിലേക്ക്. അപ്പൊ മെയിൻ പ്രോഗ്രാമിൽ ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട അടുത്ത ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സ് എവിടെയാണുള്ളത്, നമ്മുടെ സ്റ്റാക്കിലുണ്ട് അല്ലെ. പ്രോഗ്രാം കൗണ്ടറിലേക്ക് തിരിച്ച് പ്രോഗ്രാം കൗണ്ടറിലേക്ക് തിരിച്ച് സ്റ്റാക്കിൽ നിന്ന് ഇനി അടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോഗ്രാം ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സ് എന്താണോ അത് പ്രോഗ്രാം കൗണ്ടറിലേക്ക് ചെന്ന് ചേരും, PC. ഇപ്പൊ പ്രോഗ്രാം കൗണ്ടറിൽ പിന്നെയും എന്താണ് വന്നത്, നമുക്ക് ഇനി എക്സിക്യൂട്ട് ചെയ്യേണ്ട മെയിൻ പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻ എന്താണോ ആ അഡ്രസ്സ് പ്രോഗ്രാം കൗണ്ടറിലേക്ക് ചെന്നു. പ്രോഗ്രാം കൗണ്ടർ സാധാരണ രീതിയിൽ മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടെ താഴോട്ട് പ്രോഗ്രാം കൗണ്ടറും അപ്ഡേറ്റ് ചെയ്തു പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് എന്താണ്, ഇനി അടുത്തത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ എന്താണോ പ്രോഗ്രാമില് ആ ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ലൊക്കേഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരു രജിസ്റ്ററാണ് പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ജസ്റ്റ് അതിന്റെ മെയിൻ പ്രോഗ്രാം റൺ ചെയ്യാണ്, അതിൻ്റെ ഇടയിൽ ഇന്ററപ്റ്റ് വന്നപ്പോൾ നമ്മുടെ ആ കൺട്രോൾ എവിടേക്ക് പോയി, ഇന്ററപ്റ്റ് സർവീസ് റൂട്ടിലേക്ക് പോയി. ഇന്ററപ്റ്റ് സർവീസ് റൂട്ടിലത്തെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കണ്ടപ്പോൾ തിരിച്ച് എവിടേക്ക് വന്നു, മെയിൻ പ്രോഗ്രാമിലോട്ട് വന്നു. മെയിൻ പ്രോഗ്രാം ആ ഇൻസ്ട്രക്ഷൻ തൊട്ടിട്ട് താഴോട്ട് മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് സാധാരണ നോർമലി പോയിക്കൊണ്ടിരിക്കും. വെക്ടേർഡ് ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. വെക്ടേർഡ് ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത് വെക്ടേർഡ് ഇന്ററപ്റ്റ്സ് ആണെങ്കിൽ ഓൾറെഡി കൺട്രോളർ ഓരോ ഇന്ററപ്റ്റ്സിന് വേണ്ടിയിട്ട് ഓരോ അഡ്രസ്സ് അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഇന്ന ഇന്ററപ്റ്റ്സ് വന്നു കഴിഞ്ഞാൽ INT0 ആണ് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൺട്രോളർ അതിന്റെ കൺട്രോൾ ഏത് അഡ്രസ് ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകും, 003Hലേക്ക് പോകും. അതിന് താഴെയായിരിക്കും ഈ ഇന്ററപ്റ്റ് 0ന് വേണ്ട പ്രോഗ്രാം നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടാവുക. ആ ഒരു സംഭവം അവിടെ എക്സിക്യൂട്ടഡ് ആവും. അതിന് കറസ്പോണ്ടിംഗ്ലി ഓരോ ഇന്ററപ്റ്റിനും കറസ്പോണ്ടിങ് വെക്ടർ അഡ്രസ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രയോറിറ്റി, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പ്രയോറിറ്റി വൈസ് ഡീഫോൾട്ട് പ്രയോറിറ്റി ആണ് ഈ കൊടുത്തിരിക്കുന്ന ടേബിളിൽ. INT0 ആണ് ഫസ്റ്റ് പ്രയോറിറ്റി, പിന്നെ ടൈമർ 0ന്റെ ഇന്ററപ്റ്റിനാണ് സെക്കൻഡ് പ്രയോറിറ്റി, ഇന്ററപ്റ്റ് 1 ഇതിനാണ് തേർഡ് പ്രയോറിറ്റി, ടൈമർ 1ന് ഫോർത്ത് പ്രയോറിറ്റി, സീരിയൽ ഇന്ററപ്റ്റിന് ഫിഫ്ത്ത് പ്രയോറിറ്റി. ഇങ്ങനെയാണ് ഡീഫോൾട്ട് ആയിട്ട് പ്രയോറിറ്റി നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ 2 രജിസ്റ്റേഴ്സ് ഉണ്ട് ഇന്ററപ്റ്റ്സിനെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഒന്ന് ഇന്ററപ്റ്റ് ഇനേബിൾ രജിസ്റ്റർ IE രജിസ്റ്റർ, അടുത്തത് ഇന്ററപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്റർ IP രജിസ്റ്റർ. ഈ രജിസ്റ്റേഴ്സ് ഒന്ന് മനസ്സിലാക്കാം, അവരുടെ വർക്കിങ്ങും. ഇന്ററപ്റ്റ് ഇനേബിൾ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പിന്നുകൾ നോക്കാം. ഒന്ന് EA ഇനേബിൾ പിൻ. ഈ EA എന്നുള്ള പിൻ 1 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഇന്ററപ്റ്റ്സും, മൊത്തം 5 ഇന്ററപ്റ്റ് ആണുള്ളത്, എല്ലാ 5 ഇന്ററപ്റ്റും ഇനേബിൾ ആവും. പിന്നെ EA 1 ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇന്ററപ്റ്റ്സ് 1 ആണോ എന്ന് ഇൻഡിവിജ്വലി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ ബിറ്റ് 1 ആയി കഴിഞ്ഞാൽ എല്ലാ ഇന്ററപ്റ്റും എന്തായി, ഇനേബിൾ ആയി. അപ്പൊ ബാക്കിയുള്ള ബിറ്റ്സിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിന് പകരം നമുക്ക് EA 0 കൊടുത്തു കഴിഞ്ഞാലോ എല്ലാ ഇന്ററപ്റ്റും ഡിസേബിൾഡ് ആവും, എന്ന് വെച്ചാൽ ഇന്ററപ്റ്റിനെ അവിടെ എടുക്കില്ല എന്നർത്ഥം. ഇനി അടുത്ത ഇന്ററപ്റ്റ് നോക്കുക. ഈ 2 ബിറ്റ് റിസർവ്ഡ് ആണ് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട്. ES എന്ന് പറയുന്നത് സീരിയൽ പോർട്ട് ഇന്ററപ്റ്റ് ആണ്.
റിസപ്ഷന്റെ അല്ലെങ്കിൽ ട്രാൻസ്മിഷന്റെ ഇന്ററപ്റ്റ് ഇനേബിൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ. സീരിയൽ പോർട്ടിന്റെ ഇന്ററപ്റ്റ് നമുക്ക് ഇനേബിൾ ചെയ്യണമെങ്കിൽ ES എന്നുള്ള ബിറ്റിൽ എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. ഈ T1 എന്ന് പറയുന്നത് ടൈമർ 1ന്റെ ഇന്ററപ്റ്റ് ആണ്. ടൈമർ 1ന്റെ ഇന്ററപ്റ്റ് ഇനേബിൾ ചെയ്യണമെങ്കിൽ അവിടെ 1 കൊടുക്കണം, ഡിസേബിൾ ചെയ്യണമെങ്കിൽ 0 കൊടുക്കണം. EX1 എന്ന് പറയുന്നത് INT1 എന്ന് പറയുന്ന ഇന്ററപ്റ്റിന്റെ ബിറ്റ് ആണ്. ഇനേബിൾ ചെയ്യണമെങ്കിൽ 1 കൊടുക്കണം, ഡിസേബിൾ ചെയ്യണമെങ്കിൽ 0 കൊടുക്കണം. ET0 എന്ന് പറയുന്നത് ടൈമർ 0ന്റെ ഇന്ററപ്റ്റിന് സെറ്റ് ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ അല്ലെങ്കിൽ ഉള്ള ഒരു ബിറ്റ് ആണ്. ET0ല് സെറ്റ് ചെയ്യാൻ ഈ ഒരു ബിറ്റിലേക്ക്, ഇനേബിൾ ചെയ്യാൻ ഈ ഒരു ബിറ്റിലേക്ക് 1 പാസ് ചെയ്യുക, ഡിസേബിൾ ചെയ്യാൻ 0 പാസ് ചെയ്യുക. INT0 എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അത് ഇനേബിൾ ചെയ്യണോ ഡിസേബിൾ ചെയ്യണോ ഇൻഡിവിജ്വലി ചെയ്യണമെങ്കിൽ നമുക്ക് ഇനേബിളോ ഡിസേബിളോ ചെയ്യാൻ ഈ ഒരു ബിറ്റ് വെച്ച് പറ്റും. ഇനേബിൾ ചെയ്യണമെങ്കിൽ ഈ ഒരു ബിറ്റിൽ 1 പാസ് ചെയ്യുക, ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഈ ഒരു ബിറ്റിൽ 0 പാസ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ററപ്റ്റ് ഇനേബിൾ രജിസ്റ്റർ. ഈ എല്ലാ ബിറ്റിനെയും എല്ലാ ഇന്ററപ്റ്റ്സിനെയും ഒരേ സമയം ഇനേബിൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? EA എന്നുള്ള പിന്നെ ഇന്ററപ്റ്റ് ഇനേബിൾ രജിസ്റ്റർ ഈ ഒരു ബിറ്റ് 1 ആക്കണം. ഓക്കെ, എല്ലാം ഡിസേബിൾ ചെയ്യണമെങ്കിലോ ഇത് 0 ആയി കഴിഞ്ഞാൽ എല്ലാം എന്താവും? ഡിസേബിൾ ഉണ്ടാവും. ഇനി പ്രയോറിറ്റി രജിസ്റ്റർ ഉണ്ട്. പ്രയോറിറ്റി രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം രജിസ്റ്റർ എന്ന് പഠിക്കാം, എന്നിട്ട് നമുക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്യണമെങ്കിൽ നോക്കാം. 8 ബിറ്റ് രജിസ്റ്റർ ആണ് പ്രയോറിറ്റി രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ ബിറ്റ് 7ഉം ബിറ്റ് 6ഉം റിസർവ്ഡ് ആണ്. PT2 എന്ന് പറയുന്നത് ടൈമർ 2ന്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. PS എന്ന് പറയുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷന്റെ പ്രയോറിറ്റിക്ക് വേണ്ടിയിട്ട്. PT1 എന്ന് വെച്ചാൽ ടൈമർ 1ന്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ. PX1 ഇന്ററപ്റ്റ് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് INT1 അതിന്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ. PT0 ടൈമർ 0ന്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ. PX0 എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 0 INT0 എന്നുള്ള അതിന്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാനുള്ള ബിറ്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കാം, PX0 ആദ്യത്തെ ബിറ്റ് 1 അല്ലെ, അത് IP0 എന്നുള്ള ഇതായിട്ടാണ് കണക്കാക്കുന്നത്. ഇറ്റ് ഡിഫൈൻസ് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് പ്രയോറിറ്റി ലെവൽ എന്ന് വെച്ചാൽ ഈ പ്രയോറിറ്റി ലെവലിലേക്ക് PX0ലേക്ക് 1 പാസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ എന്തായി? ഇന്ററപ്റ്റ് 0 INT0 എന്നുള്ളതിന് ഹൈ പ്രയോറിറ്റി കിട്ടി, ബാക്കിയെല്ലാം 0 ആയിട്ട് കീപ്പ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ആർക്ക്? ഡിഫോൾട്ട് ഓൾറെഡി പ്രയോറിറ്റി ആർക്ക് തന്നെയാണ്? INT0 അപ്പൊ സപ്പോസ് ഞാൻ ഇതിനെയൊക്കെ 0 ആക്കി വെച്ചിട്ട് PT2 ഇതിന് ഞാൻ 1 കൊടുത്തു, ബാക്കിയെല്ലാം ഞാൻ എന്ത് ചെയ്തു? 0 കൊടുത്തു എന്ന് വിചാരിക്കുക. ഡീഫോൾട്ട് ആയിട്ട് നമുക്കറിയാം ഇതാണ് പ്രയോറിറ്റി ടേബിൾ അല്ലെ. ആദ്യം INT0, പിന്നെ TF0, പിന്നെ INT1, TF1, പിന്നെ സീരിയൽ ഇന്ററപ്റ്റ്. അപ്പൊ ഞാനിപ്പോ ഇന്ററപ്റ്റ് ഇനേബിൾ ചെയ്തതിനായിരുന്നു TF1ന്റെ ഇന്ററപ്റ്റ് ആയിരുന്നു പ്രയോറിറ്റി അല്ലെ. PT1 എന്നുള്ളത് എന്തിനാണ്? ടൈമർ 1ന്റെ പ്രയോറിറ്റി. ഇത് മാത്രം 1 ആക്കിയിട്ട് ബാക്കി എല്ലാ ബിറ്റും 0 ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? ബാക്കി എന്ത് ഇന്ററപ്റ്റിനും ലോ പ്രയോറിറ്റിയാണ്. ഞാൻ പ്രയോറിറ്റി ആർക്കി കൊടുത്തിട്ടുള്ളൂ? ടൈമർ 1ന് മാത്രമാണ് പ്രയോറിറ്റി കൊടുത്തത്. അപ്പൊ ഈ ടേബിൾ മാറി. അപ്പൊ ആദ്യം പ്രയോറിറ്റി ആർക്ക് വന്നു? ടൈമർ 1ന് വന്നു. പിന്നെ സപ്പോസ് ഞാൻ ഒന്നിൽ കൂടുതൽ രജിസ്റ്റേഴ്സ്, ഇപ്പൊ ഞാൻ PT1ഉം PT0ഉം 1 ആക്കി, അപ്പൊ ഇത് രണ്ടും 1 ആക്കി, ബാക്കിയെല്ലാം ഞാൻ 0 ആക്കി വെച്ചേക്കാണ്. അപ്പൊ ടൈമർ 1നും ടൈമർ 0നും മാത്രം പ്രയോറിറ്റി നമ്മൾ മാനുവലി പ്രോഗ്രാമിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കിയെല്ലാം ഇപ്പൊ ഹയർ പ്രയോറിറ്റിയുടെ ഇന്ററപ്റ്റ് 0 വരെ നമ്മൾ ലോ പ്രയോറിറ്റിയിൽ വെച്ചേക്കാം. അപ്പൊ PT1ഉം PT0ലും 1 പാസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? PT1ലും PT0ലും 1 പാസ് ചെയ്തു, ബാക്കി എല്ലാത്തിലേക്കും നമ്മൾ 0 പാസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ററപ്റ്റ് PT1ഉം PT0 ആണ് കേട്ടോ ഇവിടെ 1 ആയിരിക്കുന്നത്. അപ്പൊ ഈ പ്രയോറിറ്റി അനുസരിച്ചിട്ട് PT0ക്കാണ് PT1നേക്കാൾ ഹയർ പ്രയോറിറ്റി. അപ്പൊ ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ട ആരായിരിക്കും? ടൈമർ 0ന്റെ ഇന്ററപ്റ്റ് എക്സിക്യൂട്ട് ആവും. രണ്ടാമത് T1ന്റെ ഇന്ററപ്റ്റ് എക്സിക്യൂട്ട് ആവും. പിന്നെ നമ്മൾ ബാക്കി എല്ലാം EA=1 ആണെങ്കിൽ ബാക്കി ഇന്ററപ്റ്റ്സ് വരാണെങ്കിൽ പ്രയോറിറ്റി ഈ ഡീഫോൾട്ട് സെറ്റ് ഇതിനനുസരിച്ചിട്ട് സെറ്റ് ആവും. പിന്നെ ഇന്ററപ്റ്റ് 0ക്കുള്ള പ്രയോറിറ്റി കിട്ടും, 3rd പ്രയോറിറ്റി കിട്ടും, ഇതിന് 4th പ്രയോറിറ്റി കിട്ടും, അതിന് സീരിയൽ കമ്മ്യൂണിക്കേഷന് 5th പ്രയോറിറ്റി കിട്ടും. ഈ രീതിയിലായിരിക്കും നമ്മുടെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുന്നത്. അപ്പൊ ഇന്ററപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്ററിൽ നമുക്ക് ഓരോ ഇന്ററപ്റ്റിന്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ററപ്റ്റിനെ ഇനേബിൾ ചെയ്യാൻ, എല്ലാത്തിനും ഇനേബിൾ ചെയ്യാൻ EA എന്നുള്ള ബിറ്റാണ്. ഇനേബിൾ ചെയ്യാൻ 1 പാസ് ചെയ്യണം, ഡിസേബിൾ ചെയ്യാൻ 0 പാസ് ചെയ്യണം. പ്രയോറിറ്റി ഹൈ ആക്കാൻ 1 പാസ് ചെയ്യണം, ലോ പ്രയോറിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് 0 കാണിക്കണം. അതുപോലെ നമുക്ക് 5 ഇന്ററപ്റ്റ്സും നമ്മൾ പോസിബിൾ ആയിട്ട് വെക്കുകയാണ്. അതിന്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്യണമെങ്കിൽ ആവശ്യമുള്ള രണ്ടെണ്ണത്തിന് 1 പാസ് ചെയ്യുക, ബാക്കി എല്ലാത്തിനും 0 പാസ് ചെയ്യുക. എന്നിട്ട് അത് അതിന്റെ നേരത്തെ പറഞ്ഞ പോലെ പ്രയോറിറ്റിയുടെ രീതികൾ പറഞ്ഞ പോലെ അതിനനുസരിച്ചിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും.